ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പറയാം. ഇത് കാണുമ്പോൾ അവരൊന്ന് മോട്ടിവേറ്റഡ് ആവട്ടെ. ജൂനിയർ നാഷണലിൽ നമുക്കൊരു മെഡൽ വന്നു. നാഷണൽ ഗെയിംസ് കളിച്ചു, ഭയങ്കര ചാടാ. അവർ പടായി പറയാൻ തുടങ്ങി. ആ ബോട്ടെ പുള്ളി ആടുകോടയിലെ ഒരു സൈറൺ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോഴേ നിന്നൊരു ഇടി. ഏത് സമയത്ത് നമുക്ക് എടുത്ത് കാണാൻ പറ്റും ലൈവ് വന്നാൽ. പിന്നെ പണ്ട് പറയുമ്പോൾ ലൈവൊന്നും ഇല്ല. ഈ മത്സരത്തിനിടെ യങ് പ്ലേയേഴ്സ് ചെയ്യുന്ന ഒരു തെറ്റ്, ഒരു മിസ്റ്റേക്ക് എന്താണ്? Hey, hello, welcome to another exciting episode of Sumix. Today we are diving into thrilling world of Kabaddi. Let's welcome our guest, Ashi Vengat and Liju Vengat. അപ്പോൾ വളരെ അധിക സന്തോഷം നമ്മൾ സുമിക്സിന് വേണ്ടിയിട്ട് നിങ്ങളെ വലിയേറെ സമയം തന്നതിന്. സുമിക്സ് എന്ന ചാനലിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഇപ്പോൾ കണ്ടുവരുന്നതിൽ അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു ലൈവ് ചെയ്യുന്നൊരു ചാനലാണ്. അത്യാവശ്യം കബഡിക്കലിൽ ഇപ്പം കാണുന്നതിൽ ഒരു പേര് കേട്ട ഒരു ചാനലാണ് സുമിക്സ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ലൈവെല്ലാം നല്ല ക്ലിയർ ആണ്. കബഡിയിലേക്ക് എങ്ങനെയാണ് വന്നത് രണ്ടാളും? ഞാൻ വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നമ്മളെ സീനിയർ ആൾക്കാർ ഒരു വൈകുന്നേര സമയത്ത് കബഡി കളിക്കലുണ്ട്. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കുന്ന പോലെ കബഡിയായിരുന്നു അന്നേരം കളിക്കൽ. അപ്പോൾ ആ കളിക്കുന്ന സമയത്ത് നമ്മളവിടെ പോയിരുന്നതിന് ശേഷം നമ്മളവരെ സ്കോർ ചെയ്താൻ ഇരിക്കുന്നതാണ്. അപ്പം അങ്ങനെ അവർ കളിക്കുന്ന കളി നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി, ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മളെ ഏജിലുള്ള പിള്ളേരെ കൂടെ നാട്ടിൽ തന്നെ കളിക്കും. അങ്ങനെയാണ് നമ്മൾ കബഡിയിലേക്ക് വന്നത്. എൻ്റെ അവസ്ഥ അതന്നെ സെയിം തന്നെയാണ്. സീനിയർ നമ്മളെ നാട്ടിൽ വായനശാലയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ പ്രായമുണ്ടായ സമയത്ത് അവിടെ പോയി അവർ കളി ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇരുന്ന് നോക്കും. അപ്പോൾ അവരെ എങ്ങനെ കളിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് അങ്ങനെയാണ് കബഡിയിലേക്ക് ഒരു ഇഷ്ടം വരാൻ തുടങ്ങിയത്. പിന്നെ ആ രീതിയിൽ നമ്മൾ സീനിയർ ജൂനിയർ പ്ലെയർ അപ്പുറം സബ് ജൂനിയർ ഇങ്ങനെല്ലാം പറഞ്ഞ് വെയിറ്റിനനുസരിച്ച് കളിക്കാൻ പോകും. അപ്പോൾ കളിച്ച് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അങ്ങനെ കബഡിയിലേക്ക് വന്നു. ഇപ്പം കുറേ വർഷമായില്ലേ കളിക്കാൻ തുടങ്ങിയിട്ട്? ഏകദേശം ഒരു നമ്മളൊരു 5ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കളിക്കുന്നുണ്ട്. 10 പഠിക്കുമ്പോൾ നാഷണൽ ലെവലിലേക്ക് വരാൻ തുടങ്ങിയത്. അതിനുശേഷം അങ്ങനെ കളിച്ചു വന്നു. അപ്പോൾ നല്ല എക്സ്പീരിയൻസുള്ള പ്ലെയേഴ്സാണ്. ഈ കബഡിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നോ? വീട്ടുകാരോ ഫ്രണ്ട്സ് അങ്ങനെ ആരെയാണ് ഏറ്റവും സപ്പോർട്ട് ഉണ്ടായത്? സപ്പോർട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കുന്ന സ്പോർട്സിൻ്റെ മാഷെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 3 വർഷം സ്പോർട്സ് ഹോസ്റ്റലിലായിരുന്നു ചെയ്തിരുന്നത്. അതായത് കാസർഗോഡ് CSHT പറഞ്ഞിട്ട് ഹോസ്റ്റലുണ്ടായിരുന്നു. അവിടെ ഗണേശ് സാറിൻ്റെ കീഴിലായിരുന്നു 3 വർഷത്തോളം അമ്മ കളിച്ചത്. അവിടെ മാഷായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ കോച്ചായിട്ട് വന്നത്. അതിലൂടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റിയത്. വീട്ടിൽ അച്ഛനമ്മയെല്ലാം നല്ല സപ്പോർട്ടാണ്. പിന്നെ അച്ഛൻ പണ്ടേ കബഡി കളിക്കുന്നതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. നല്ല എൻ്റെ നേരെ തിരിച്ചാണ്. വീട്ടിൽ സപ്പോർട്ട് കുറവാണ്. ആദ്യമൊക്കെ പഠിക്കുക സംഭവത്തിലായിരുന്നു. അപ്പം തലേന്ന് ഇപ്പോൾ എവിടെയും ടൂർണമെൻറ്റ് ഞായറാഴ്ച കളിക്കാൻ പോകണമെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം ജേഴ്സി ഷോർട്സ് എല്ലാം ഇടയും കൊണ്ടുപോയി ഒളിപ്പിക്കും. എന്നിട്ട് രാവിലെ സാധാരണ നാട്ടിൽ കളിക്കാൻ പോകുന്ന പോലെ പറഞ്ഞിട്ട് ഒറ്റ പോക്കും. ഫസ്റ്റ് കളി തോക്കുന്നതുകൊണ്ട് ഉച്ച നമുക്ക് തിരിച്ചു വരും. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ വീട്ടിലറിയുന്നത് വീട്ടിലെത്തിയതിന് ശേഷം അറിയില്ല കളിക്കാൻ പോയെന്ന്. പിന്നെ അത് അങ്ങനെ കളിച്ച് കുട്ടോ സ്കൂളിൽ ഞാൻ ഹൈസ്കൂൾ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടോമത്ത് സ്കൂളിലാണ്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് നമ്മളെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പിന്നെ അങ്ങനെ സ്കൂൾസിൻ്റെ കളി അത് കളിച്ചതിന് ശേഷം നമുക്കൊരു നാഷണൽ കളിക്കാൻ പറ്റി. നാഷണൽ കളിച്ചുകൊണ്ട് ഡിഗ്രി കൊല്ലം സായിൽ പോകാൻ പറ്റി. അപ്പോൾ അവിടെ ഫസ്റ്റ് കോച്ചായിട്ട് വന്നത് നമ്മളെ കോച്ച് ഗോപകുമാർ കോച്ചാണ്. അതാണ് ഫസ്റ്റ് കോച്ച്. അതിന് ശേഷമാണ് ഒരു ട്രാക്ക് കിട്ടിയത്. നമ്മൾ പ്രൊഫഷണലായിട്ട് കളിക്കാൻ പോകാനുള്ളൊരു ട്രാക്ക് വന്നത് അന്നേരം. നിങ്ങളെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്താണ്? ജൂനിയർ നാഷണലിൽ നമുക്കൊരു മെഡൽ വന്നു. 3rd പ്രൈസ് അടിക്കാൻ പറ്റി. അതെൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു കബഡി കളിച്ചത്. അതിലൂടെ എനിക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിയും കിട്ടി. അങ്ങനെ സെലക്ഷൻ ആ സർട്ടിഫിക്കറ്റിലൂടെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റി. അതുകൊണ്ട് അത് നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് എൻ്റെ കരിയറിൽ തന്നെ.
ഇപ്പോഴും ജോബ് ഇപ്പം ചെയ്യുന്നില്ല? ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കബഡി കളിച്ചതുകൊണ്ടില്ല ഗുണം അതിൽ കിട്ടിയിരുന്നു. ഫസ്റ്റ് ഒന്ന് കുറേ മെനക്കെട്ടായിരുന്നു, കിട്ടുന്നേ ഇല്ല. ഒരു നാഷണൽ എല്ലാം കളിച്ചു ജോലിയൊന്നും കിട്ടാതെ ഒരു കബഡിയോടെ തന്നെ ഒരു ഇതായിപ്പോയി, എന്താ കിട്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. ലാസ്റ്റ് ഒരു ജോലി കിട്ടിയപ്പം കബഡിനെ അത്രയും ഇഷ്ടപ്പെട്ട്. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട്, പക്ഷേ നാഷണൽ ഗെയിംസ് കളിച്ചു. അതായത് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഗെയിംസ് ഇനങ്ങളിൽ ഏറ്റവും ഇത് ഫേമസ് ആയിട്ടുള്ളത് നാഷണൽ ഗെയിംസാണ്. അപ്പോൾ അത് കേരളത്തിൽ വെച്ച് നടന്ന സമയത്ത് കേരള ടീമിന് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. പിന്നെ അതേപോലെ ഒരു സൗത്ത് ഇന്ത്യൻ ടൂർണമെൻറ്റിൽ, അതായത് സോണലിലാണ് നാഷണൽ മീറ്റ് ഉണ്ടാവുക സീനിയറിൽ മുമ്പ്. ഇപ്പം എല്ലാം ഓപ്പണായി. അപ്പോൾ ആ സമയത്ത് നമുക്കും തേർഡ് പ്രൈസ് വന്നു കേരള ടീമിന്. അത് രണ്ടാമത്തെ തവണ, അതായത് ആദ്യത്തെ മുംബൈ സീനിയർ പ്ലേയേഴ്സ് കളിച്ച സമയത്തുണ്ടായിരുന്നു, രണ്ടാമത് നമ്മളാണ് ഒരു മെഡൽ വന്നത്. അപ്പം അതും ഒരു അച്ചീവ്മെൻ്റാണ്. നാഷണൽ ഗെയിംസിൽ കേരള ടീമിന് വേണ്ടി കളിക്കാൻ പറ്റിയതും വലിയ അച്ചീവ്മെൻറ്റ് ആയി. അപ്പം ഇങ്ങനെ മറക്കാനാവാത്ത എന്തെങ്കിലും മാച്ച്, അങ്ങനത്തെ ഒരു മാച്ച് ഉണ്ടോ ഒട്ടും മറക്കാൻ പറ്റാത്ത? VVMSC കാരിയിൽ എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട്, അവിടെ ഒരു കളി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കളിയിൽ ഫസ്റ്റ് മാച്ചിൽ ഇവനുണ്ടായിരുന്നു. ഇവനെന്തോ തലക്കാവൻ്റെ പരിക്കേറ്റ് ഇവൻ പോയി. പിന്നെ നമ്മളതിൽ റൈഡ് ചെയ്യാനോ ക്യാച്ച് ചെയ്യാനോ അങ്ങനെ പറയത്തക്ക വലിയ ആരുമില്ല. ഓപ്പോസിറ്റ് സെക്കൻഡ് റൗണ്ട് കളിക്കുന്നുണ്ട് പ്രിയദർശിനി അച്ചാന്തുരുത്തി ഇടാണ്. ഞാൻ അച്ചാന്തുരുത്തിയിൽ അന്ന് 5 പ്ലേയേഴ്സും ഗസ്റ്റായിരുന്നു, എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ടീമിന് കളിക്കുന്നത്. അപ്പോൾ നമ്മളുമായിട്ട് കളിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ അവരെല്ലാ മെയിൻ പ്ലേയേഴ്സിനും ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ലീഡിലേക്ക് വന്നു. അവസാനത്തെ 5 മിനിറ്റ് ആകുമ്പോൾ ഇന്ത്യയിൽ തന്നെ ടോപ്പ് പ്ലെയറായ ഷബീർ ബാപ്പു ഇറങ്ങി. അയാൾ വന്ന് ഇറങ്ങിയ സമയത്തും 2 റൈഡ് അയാൾ ചെയ്ത്, 2 റൈഡ് നമ്മൾ ക്യാച്ച് ചെയ്ത് ആ കളി നമ്മൾ വിൻ ചെയ്ത്. അതാണ് ഞാൻ കളിച്ചതിൽ, നമ്മൾ ടീമിന് വേണ്ടി കളിച്ചതിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു കളി. പിന്നെ അതുപോലെ നാഷണൽസ് കളിക്കുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ടീമോട് കളിക്കുമ്പോൾ അത് വേറെ. പക്ഷെ നമ്മൾ ക്ലബിന് വേണ്ടി കളിക്കുമ്പം ഏറ്റവും ടേണിങ് ആയിട്ടുള്ളൊരു, നമ്മളെക്കാട്ടി എത്രയോ നല്ല ടീമാണത്. അപ്പോൾ ആ കളി നമുക്ക് മറക്കാൻ പറ്റില്ല. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കളിയാണ്. അതെല്ലേ. പഴയ കാല കബഡിയും പുതിയ കാല കബഡിയും തമ്മിലൊരു വ്യത്യാസം എന്താണ്? ഈ ഡു ഓർ ഡൈ ആണ് ഏറ്റവും വലിയ മാറ്റം. അതായത് ഡു ഓർ ഡൈ, പണ്ടത്തെ കളിക്ക് ഡു ഓർ ഡൈ ഇല്ലാത്തതുകൊണ്ട് സ്കോർ 2-3 ഇങ്ങനെയാണ് ഉണ്ടാവുക. ഫൈനൽ അവസാനത്തെ 1 മിനിറ്റ് കളിക്കുമ്പോഴും 2-3 അല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിന്റിന്റെ വ്യത്യാസം. ഒന്നുകിൽ അത് 1 സൈഡ് മാച്ച് ആണെങ്കിൽ അത്രയ്ക്ക് ലൂസ് കളിയായിരിക്കണം. ഓരോ ടീമിന് ഇപ്പം ഓരോ ടീമിനോട് പറഞ്ഞു ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ വെച്ച് കളിക്കും. ഡുവോ ഡേ വന്നതിന് ശേഷം എന്തായാലും ഡുവോ ഡേ പോയിട്ടുണ്ടെങ്കിൽ അവർ ക്യാച്ചാക്കണം, അല്ലെങ്കിൽ പോയിന്റ് കയറണം. നമുക്ക് ആ വെച്ച് കളിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു വ്യത്യാസം. ഒരു റൈഡറും നല്ല ഡിഫൻസും ഉള്ള ടീം മാത്രമേ ജയിക്കുള്ളൂ. അല്ലാതെ ഒരു ടീമിനെ ഇങ്ങനെ തട്ടിക്കുട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾക്ക് ലൈൻ ക്രോസ് ചെയ്യുന്ന ഒരു പ്ലെയർ മതി, ഒരു റൈഡർ മതി. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിട്ട് കളി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം അത് പറ്റില്ല. അപ്പം അത് ഇഷ്ടപ്പെടുന്നില്ല ഈ മാറ്റം. നല്ലതുമാണ്, പക്ഷെ അത് മോശമുണ്ട്. കാരണം ഈ ഡുവോഡൈ എന്ന് പറഞ്ഞ സംഭവം വന്നതോടുകൂടിയാണ് കൂടുതൽ ആൾക്കാർക്ക് പരിക്ക് വരാൻ തുടങ്ങി. അപ്പം അത് പണ്ട് പറഞ്ഞാൽ മാറ്റില്ലാത്ത സമയത്ത് ആദ്യം പ്ലേയേഴ്സ് ഒന്നും പരിക്ക് വരുന്നുണ്ടായിട്ടില്ല. ഇപ്പൊ മാറ്റ് വന്ന ശേഷം കൂടെ മുട്ട് പോവാത്ത ഒരാൾക്കാരും ഉണ്ടാവില്ല. ശരിക്കും കബഡിയിൽ തന്നെ എല്ലാവർക്കും പരിക്കുണ്ടാവും. പണ്ടെല്ലാം പറഞ്ഞാൽ മുറിഞ്ഞിട്ട് ഒരു ഇതായിട്ട് പോവേ വരും, അത് വലിയ ചൊറയില്ലാതെ അങ്ങ് പോകും. പക്ഷെ ഇപ്പത്തെ പറഞ്ഞാൽ ലിഗമെന്റ് കംപ്ലൈന്റ് അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. ഇപ്പം എല്ലാം ഇന്റേണൽ ഇഞ്ചുറി ആയതുകൊണ്ട് റിക്കവറി ചെയ്യാൻ ഭയങ്കര പണിയാണ്. അപ്പം എന്തായാലും ഒരു പ്ലെയർ ഒരു ലിഗമെന്റ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ 2-3 മാസം റെസ്റ്റ് എടുക്കേണ്ടി വരും. ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഒരു 5 മാസമേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ആ സീസൺ പോയി. പിന്നെ ആ പ്ലെയർ 1 വർഷം കളിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പ്ലെയർ ഔട്ടായി. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു 3-4 കൊല്ലം ഒരു പ്ലെയറിന് കളിക്കാൻ പറ്റുള്ളൂ. ആ 3-4 കൊല്ലത്തിൽ 1 കൊല്ലം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം പോക്കാണ്. റെഡിയാവാതെ കളിച്ചിട്ട് കാര്യമില്ല, കൂടുതൽ പരിക്ക് വരും, പിന്നെ കരിയറെ പോയി. അത് ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ ഡുവോഡൈ ഉണ്ടാകുന്നതുകൊണ്ട് കളി കാണാൻ ഇപ്പം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കാണികൾക്ക് നല്ലത് ഡുവോഡൈ ആണ്.
പക്ഷെ കളിക്കുന്നവർക്ക് ആ ഡുവോഡയുടെ ഒരു സൈറൺ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോഴേ നെഞ്ഞുന്നൊരു ഇടി. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും? ഇപ്പം ലൈവ് വന്നതുകൊണ്ട് ബഡായി പറയില്ലേ, പണ്ടത്തെ കളിയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ പിള്ളേർ കേൾക്കലെന്നാ അവർ ബഡായി പറയാൻ തുടങ്ങി. ഇപ്പം പറയാം നമുക്ക് എന്തെന്നാ, ലൈവ് എടുത്ത് നോക്കിക്കോ, പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ലേന്ന് തെളിവില്ല, ഇപ്പൊ തെളിവുണ്ട്. പണ്ട് പറയുമ്പോ ലൈവ് ഒന്നുമില്ല, കളി നമ്മ കളിച്ച കളിയൊന്നും പിന്നെ കാണാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഏത് സമയത്ത് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നു ലൈവ് വന്നേ. പിന്നെ നമ്മളെ മിസ്റ്റേക്കുകൾ കണ്ടുപഠിക്കാനും അല്ലെങ്കിൽ ഒരു പ്ലെയറെ കളി കണ്ടുപഠിക്കാനും നമുക്ക് ലൈവ് നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്ലെയറെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്ക് ലൈവ് നോക്കാം. അല്ലെങ്കിൽ ആ മാച്ച് തന്നെ കാണണം. നമ്മൾ ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് ടീമോട് കളിക്കണമെങ്കിൽ നമുക്കൊരു മാച്ച് തന്നെ പോയി കാണണം. ഇതാകുമ്പോൾ നമുക്ക് ലൈവ് നോക്കിയിട്ട് ആ പ്ലെയറിൻ്റെ എന്താണ് പ്ലെയർ മിസ്റ്റേക്ക് എന്നുള്ളത് നമുക്ക് റിവേഴ്സ് അടിച്ച് നോക്കാം. അതന്നെ ലൈവ് വന്നുകൊണ്ട് നമുക്ക് ഒരു പ്ലെയറിനെ വാച്ച് ചെയ്യാൻ പറ്റും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോഴത്തെ കളിക്ക് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇത് പറഞ്ഞാൽ 3 മണിയെല്ലാം വരും സമയം. ഇപ്പം പറഞ്ഞാൽ 12 മണിക്ക് 10 മണിക്കുള്ളിൽ രാത്രി കളിച്ചോണ്ടുന്ന സമയമുണ്ട്. സീനിയർ കളികളോ 4 മണി 5 മണിയെല്ലാം ആവും ചില സമയത്ത്. ഫൈനൽ കളിച്ച് രാവിലെ ഫൈനൽ കളിച്ചിട്ടുണ്ട്. നമ്മളൊരു ചേട് റോഡ് കളിക്ക് രാത്രി കളിക്കാൻ പോയതാണ്. ഞായറാഴ്ച രാത്രി കളിക്കാൻ പോയത്. പിറ്റേന്ന് രാവിലെ സ്കൂൾ പിള്ളേർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഫൈനൽ കളിക്കുന്നത്. പിന്നെ ഉറക്കൊഴിഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ അന്നത്തെ ദിവസം പോയി. പിന്നെ പിറ്റേന്ന് രാത്രി ഉറങ്ങിയതിന് ശേഷം പിറ്റേന്ന് റെഡി ആവുള്ളൂ. രാത്രി കളി മാറിയത് തന്നെ ഏറ്റവും വലിയ നല്ല കാര്യം. കളിക്കാർ തമ്മിലൊരു ധാരണ ഉണ്ടാവില്ല, ഒരു ടീം വർക്ക്, അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഇപ്പം കബഡി പറഞ്ഞാൽ ഒരാൾ വിചാരിച്ച് നടക്കുന്ന ഇൻഡിവിജ്വൽ ഗെയിമല്ല. നമ്മ 7 ആളും വിചാരിച്ചാലേ നമ്മ ഒരു ടീമിനോട് ജയിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ കളിച്ചാൽ മാത്രമേ നമുക്ക് വിൻ ചെയ്യാൻ പറ്റൂ. നല്ല കോർഡിനേഷൻ വേണ്ടേ ഒരു ടീമിൽ? ഇപ്പോൾ മെയിനായിട്ടില്ല വേണ്ടുന്നത്, ഇപ്പോൾ നമ്മൾ 2 ആളും കളിക്കുന്നത് കവർ പൊസിഷനാണ്. 2 ആളും ഒരേ പൊസിഷനാണ്. ഓൾറൗണ്ടറായിട്ടാണ് കളിക്കാറ്. നമ്മളെ ടീമിലേക്ക് വരുമ്പോൾ ഓൾറൗണ്ടറാണ്. പക്ഷെ നമ്മൾ ഡിഫൻസിൽ കവർ ഒരേ പൊസിഷനാണ് കളിക്കല്. അപ്പോൾ ആ സമയത്ത് ഒരു ടീമിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് 2 കോർണേഴ്സാണ്. ആ കോർണേഴ്സ് സെറ്റായാൽ ഓട്ടോമാറ്റിക്കലി ആ ടീം സെറ്റാവും. അവരാണ് ടീമിനെ കളിപ്പിക്കുക. പക്ഷെ നമ്മുടെ ടീമിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് പുറത്ത് പോയി കളിച്ചതുകൊണ്ട് കവർ കളിച്ചിട്ട് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നു. ടോട്ടലി നോക്കുന്ന സമയത്ത് 2 കോർണേഴ്സാണ് ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യൽ. അപ്പോൾ ആ ടീം സെറ്റാവണമെങ്കിൽ ഓരോ പൊസിഷൻ പറഞ്ഞ് കളിപ്പിക്കൽ കോർണേഴ്സ് ആയിരിക്കും. ഏത് കവർ കളിക്കുന്നവർ ഇനി കുറച്ച് പുറത്തോട്ട് കളിക്കണോ അല്ലെങ്കിൽ അകത്തോട്ട് കളിക്കണോ എന്നുള്ളതെല്ലാം സെറ്റാക്കൽ കോർണേഴ്സ് ആയിരിക്കും. അപ്പോൾ 2 കോർണേഴ്സിൻ്റെ കോമ്പിനേഷനാണ് എപ്പോഴും ഒരു ടീമിൻ്റെ ഇത്. പക്ഷേ 7 ആളും ഒരേപോലെ വിചാരിച്ചാൽ ഒരുത്തൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് കളി നോക്കാം. നല്ല ഡിഫൻസ് ഉണ്ടെങ്കിൽ ഒരു റൈഡർക്ക് നല്ല വിശ്വാസം വരും. അപ്പുറം പോയിട്ട് ആ ടീമിലെ റൈഡർക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ഔട്ടായാലും നമുക്ക് ഏറ്റുന്നില്ലൊരു ചിന്താഗതി വരും. അപ്പോൾ അവർക്ക് മനസ്സോർന്ന് കളിക്കാൻ പറ്റും. റൈഡർ ഔട്ടായാൽ പിന്നെ ഒരു 5 മിനിറ്റ് പുറത്തിരുന്ന് കഴിഞ്ഞാൽ ആ റൈഡർ ടോട്ടല് ഡൗൺ ആവും. നേരെ മറിച്ച് ഈ ഡിഫൻസ് ഉണ്ടെങ്കിൽ ആ റൈഡർക്ക് അപ്പുറത്ത് പോയി ക്യാച്ച് ആയാലും അവൻ 1 മിനിറ്റിനുള്ളിൽ ഉള്ളിൽ കയറും. ആ അടുത്ത ഡുവോടെ വരുമ്പോഴേക്കെങ്കിലും കയറും. അപ്പോൾ പിന്നെ ആ ടോട്ടലി ആ ടീം സെറ്റാവും. ഒരു ഡിഫൻസാണ് ടീമിൻ്റെ മെയിൻ. ഇവിടുന്ന് പൊട്ടിപ്പോയാൽ 4 പോയിന്റ് പോകും. റൈഡർ പോയിട്ട് ഔട്ടായാൽ 1 പോയിന്റ് പോകും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. റൈഡർക്ക് എന്ത് വേണം ചെയ്യാം, കാരണം 1 പോയിന്റിൽ മിസ്സാവുന്നില്ല. ഡിഫൻസിനൊന്ന് പോയി കഴിഞ്ഞാൽ 3 or 2 പോയി കഴിഞ്ഞാൽ ലോൺ ആവും. അതെ. നല്ല ഡിഫൻസേഴ്സ് ഉള്ള ടീമാണോ അതോ റൈഡേഴ്സ് ഉള്ള ടീമാണോ കൂടുതൽ ജയിക്കാൻ ചാൻസ്? ഇപ്പം ഡുവോഡൈ വന്നതുകൊണ്ട് കൂടുതൽ റൈഡേഴ്സ് ഉള്ള ടീമായിരിക്കും ജയിക്കല്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഡിഫൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊളിഞ്ഞാൽ 2 or 3 പോകും. ഒരു റൈഡറെ പിടിച്ചാൽ 1 പോയിൻ്റേ കിട്ടുള്ളൂ. അപ്പം 2-3 റൈഡേഴ്സ് ഉണ്ടെങ്കിൽ
അവർ വന്നിട്ട് എന്തായാലും 2-3 പോയിന്റ് എടുക്കുമ്പോൾ അവരിൽ ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ പോകുന്നുള്ളൂ. അപ്പോൾ പോയിന്റ് വെച്ച് നോക്കുന്ന സമയത്ത് അവർ കയറി പോകുമല്ലോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ടീമിൽ ഒരു റൈഡർ ഇല്ലെങ്കിൽ ആ റൈഡർ ക്യാച്ച് ആയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ക്യാച്ച് ആയി പോയി കഴിഞ്ഞാൽ എന്തായാലും ഡിഫൻസ് നിൽക്കാൻ അറിയാത്തവരായിക്കില്ലല്ലോ നല്ല റൈഡറായി. അപ്പോൾ എന്തായാലും ഒരു ക്യാച്ചെങ്കിലും ആവും. ആ ഒരു ക്യാച്ചിൽ ആ കോർട്ട് ലോണാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഒരു 3 മിനിമം മൊത്തം 7 പ്ലേയേഴ്സും റൈഡേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടീം നിലനിൽക്കില്ല. ഒരു 3 പ്ലേയേഴ്സ് റൈഡേഴ്സ് ആണെങ്കിൽ ബാക്കി 4 പ്ലേയേഴ്സ് ഡിഫൻസും ആണെങ്കിൽ ആ ടീം പക്കായി. മിനിമം 3 റൈഡേഴ്സ്, ബാക്കി 2 ഓൾറൗണ്ടേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും ഒരു ടീമിനൊരു ബാലൻസ് വേണം, എന്നാലേ ടീം മുന്നോട്ട് പോകുള്ളൂ. അല്ലാണ്ട് റൈഡേഴ്സ് മാത്രമായിട്ട് പോവില്ല, ഡിഫൻഡേഴ്സ് മാത്രമായിട്ട് ഇപ്പോഴത്തെ ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ പോവില്ല. രണ്ടും വേണം. ടീം ബാലൻസ് ആയിരിക്കണം. എപ്പോഴും ഒരു 3 റൈഡേഴ്സിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറൗണ്ടേഴ്സിനെ എടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ 7 പ്ലേയേഴ്സും ഓൾറൗണ്ടേഴ്സ് ആണെങ്കിൽ കോർണർ വെക്കുന്നവർ തന്നെയാണ് റൈഡിങ് ചെയ്യുന്നതെങ്കിൽ, കവർ വെക്കുന്നവർ തന്നെയാണ് റൈഡിങ് ചെയ്യുന്നതെങ്കിൽ ആ ടീം ബാലൻസ് ആയി പോയിക്കോളും. പക്ഷേ ഡിഫൻസ് മാത്രം നിൽക്കുന്നവർ അതിൽ തന്നെ ഒതുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീം ജയിക്കാൻ മുന്നോട്ട് പോകുന്നില്ല. ഈ മത്സരത്തിനിടെ യങ് പ്ലേയേഴ്സ് ചെയ്യുന്ന ഒരു തെറ്റ്, ഒരു മിസ്റ്റേക്ക് എന്താണ്? പറഞ്ഞാൽ കേൾക്കൂല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇപ്പം ആ ഒരു ജനറേഷൻ്റെ ഒരു ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് പടായി പറയുന്ന പോലെ അപ്പം നമ്മൾ സീനിയർ പ്ലേയേഴ്സോ അല്ലെങ്കിൽ ആ സീനിയർ പ്ലേയേഴ്സിന് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അവർക്കത് അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ അവരോട് പ്രാക്ടീസിന് വിളിച്ചാൽ തന്നെ വരൂല, നിർബന്ധിക്കണം. ഒരു എന്തെന്നാ ബോട്ട് പുല്ല് ഗോം വിളിച്ചാൽ വരാൻ എനിക്ക് പറഞ്ഞ് പണിയുന്നില്ല പറഞ്ഞിട്ട് പോകുന്ന ടീമും ഉണ്ട്. ഒരു 70% ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ ഇതിലേക്ക് മാറി. സ്വന്തമായിട്ട് ഒന്നാമത് അവർക്ക് ഇതന്നെ ലൈവ് വന്ന ശേഷം അവർ സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങി. ഒറ്റക്ക് തന്നെ ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്യുന്നത്. പക്ഷെ ഒരു ടീം കോമ്പിനേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരുമിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അത് ഇപ്പോഴത്തെ പിള്ളേർക്കില്ല. ഇൻഡിവിജ്വൽ ഗെയിമാണ് ഇപ്പോൾ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ചെറിയ പിള്ളേരിലെ ഇത്. ഇപ്പോൾ പറഞ്ഞാൽ നമ്മളെ കബഡി തന്നെ സീനിയർ പ്ലേയേഴ്സ് അങ്ങനെയുള്ള ഒരു ഫേമസ് ആയിരിക്കുന്ന ഒരു പ്ലേയേഴ്സ് ആയാലും റെസ്പെക്ട് ചെയ്യുന്നത് എല്ലാ കാര്യമാണ്. അതൊരു നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഭാഗ്യം തന്നെ ആയിരിക്കും. റെസ്പെക്ട് ചെയ്യണം എല്ലാവരും. കബഡിയിൽ അല്ല ഏത് ഗെയിമിലായാലും റെസ്പെക്ട് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇത് കാണുമ്പോൾ അവരൊന്ന് മോട്ടിവേറ്റഡ് ആവട്ടെ. അല്ല നമ്മളിപ്പോൾ ഇത് പറയുന്നത് ചിലപ്പോൾ ചിലവർക്ക് പിടിക്കില്ല. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മളെ നാട്ടിലത്തെ പിള്ളേരോട് മാത്രമേ പറയുന്നില്ല. ഈ അവസരം കിട്ടിയോണ്ട് എല്ലാരും കേൾക്കാനുള്ള ഒരു സാഹചര്യം. നമ്മളെ സീനിയർ പ്ലേയേഴ്സിന്റെ അടുത്ത് നമ്മൾ ജൂനിയർ ആയിട്ട് പോകുമ്പോൾ അവര് നമ്മളോട് കാണിച്ചതും ആ ഒരു രീതിയിലാണ് നമ്മയും തുടർന്നു പോകുന്നത്. അപ്പൊ അത് അവര് നമുക്ക് പറഞ്ഞു തന്നു, നമ്മ അടുത്താൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവരിപ്പം നമ്മളോട് ഓപ്പോസിറ്റ് അടിക്കുമ്പോൾ ഒരു നമുക്ക് ഭയങ്കര ഫീലിംഗ് വരുന്നുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിലത്തെ പിള്ളേർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല, പക്ഷെ പൊതുവേ കാണുന്നത് അങ്ങനെയാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും പറയാം, ഇപ്പോഴത്തെ മാച്ചിൽ ഒരു ഇൻവിറ്റേഷൻ മാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലേയേഴ്സിനെ കളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പൊതുവെ കാണുന്നൊരിതാണ് എത്ര പൈസ തരും. നമ്മൾ ടീമിൽ കളിക്കാൻ വരാം, എത്ര പൈസ തരും, അല്ലെങ്കിൽ വേറൊരു ടീം എനിക്ക് ഇത്ര തരാം, പിന്നെ അതിൽ കൂടുതൽ തരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കളിക്കാം. പക്ഷെ പണ്ട് അതില്ല. പണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നമുക്ക് പൈസ തരുമ്പോൾ നമുക്ക് നാണക്കേടാണ്. ഈ മേടിക്കാൻ വേണ്ടിയിട്ട് നാണക്കേടാണ്. അല്ലെങ്കിൽ നമ്മളെ കൂടെ വന്നവരെ ഏൽപ്പിച്ചിട്ടെല്ലാം ഇതാക്കുന്നതാണ്. നമ്മളാ പോകുന്ന സമയത്ത് ഫുഡും കഴിച്ചിട്ട് പോകും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇൻവിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കുന്ന ടീം പിന്നെ അവരെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ നോക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും അവർ പൈസ വാങ്ങിക്കുന്നത്. പക്ഷെ അതൊരു ടീമിന്
ഭയങ്കര ബാധ്യതയാവുന്നുണ്ട്. കാരണം അമ്മയെല്ലാം കളിക്കുന്ന സമയത്ത് കളിച്ച് ജയിച്ചാൽ തന്നെ ഒരു 500 രൂപ ചുറ്റി തന്നെങ്കിൽ ആ സമയത്ത് അപ്പൊ ചോദിക്കുകയും ചെയ്യില്ല. ഇപ്പത്തെ പറഞ്ഞാൽ ഒരു 10,000 റുപ്യേന്റെ അടുത്ത് മിനിമം കൊടുക്കണം ഒരാൾക്ക്. 3 പ്ലേയേഴ്സിന് വിളിച്ചാൽ 30,000. അവിടെ ക്യാഷ് പ്രൈസ് ഉണ്ടാവുന്ന 30,000 രൂപയ്ക്ക് അത് അവര് കൊടുക്കാനേ ഉണ്ടാവും. ക്ലബിന് ട്രോഫി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ചെറിയ ട്രോഫിയും ക്യാഷ് പ്രൈസ് കൂട്ടണം, എന്നാലേ നമ്മളെ ഈ ക്ലബിന് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ, ഇപ്പോൾ നമ്മളെ നാട്ടിലാരും ഇൻവിറ്റേഷൻ വെക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷെ ഇൻവിറ്റേഷൻ വന്നിട്ടില്ലെങ്കിൽ പ്ലെയേഴ്സൊന്നും വളരുകയും ചെയ്യും. അതായത് പുറത്തുള്ള പ്ലെയേഴ്സോട് കളിക്കുമ്പോഴേ നമുക്കൊരു മാറ്റം വരുള്ളൂ. അതിപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി ഉണ്ടാകും തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്കളിയായി ഇപ്പം. അതുകൊണ്ട് അതിൻ്റെ മാറ്റം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ യങ് പ്ലേയേഴ്സ് പൈസക്കും ഫെയിമിനും വേണ്ടിയിട്ട് മാത്രമാണ്. തീർച്ചയായിട്ടും മെയിനായിട്ട് ഫേമസ് ആവുക എന്നുള്ളതാണ്. പക്ഷേ നല്ലതാണ്, കാരണം ഒരു അറിയപ്പെടാത്ത പ്ലെയേഴ്സ് അറിയപ്പെടുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഫേമസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ജാട വന്നു. അതായത് 2 വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ ഗെറ്റപ്പ് മാറി. പക്ഷെ കളിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും അത്യാവശ്യം നല്ല മാറ്റ് വന്നതോടുകൂടി നല്ല കളിക്കാൻ തുടങ്ങി. പക്ഷെ അതും കൂടെ മാറിക്കഴിഞ്ഞാൽ ഒരു ടീമിനെ ബാധിക്കാൻ പാടില്ലല്ലോ. അവർ കളിക്കാൻ പോയി കഴിഞ്ഞാൽ മാറ്റ് വന്നുകൂടെ നല്ല സ്പീഡ് വരാൻ തുടങ്ങി. പക്ഷെ പരിക്കും വരാൻ തുടങ്ങി. നല്ല സ്പീഡിൽ റൈഡ് ചെയ്യാൻ പറഞ്ഞിട്ട് പ്ലേയേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇനി സംഘാടകരും കൂടെ വിചാരിക്കണം. അതായത് ക്യാഷ് പ്രൈസ് കൂട്ടിയിട്ട് പിന്നെ പുറത്തുള്ള പ്ലേയേഴ്സ് വരാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കളി മാറും. അപ്പം എന്തായാലും പൈസ ഓരോ ടീമും മുടക്കുന്നുണ്ട്. ആ ടീയെ പുറത്തെ ടീമിന് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് പ്ലേയേഴ്സ് ഇവിടെ വരും. ഇവിടുത്തെ പ്ലേയേഴ്സുമായിട്ട് മുട്ടുമ്പോൾ അവർക്കറിയാമല്ലോ ആരാണ് ബെറ്റർ എന്നില്ല. ഈ ഒഫീഷ്യൽസിന്റെ സ്വാധീനം കളിനെ ബാധിക്കുന്നുണ്ടോ?